Hi guys, welcome to our Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മളിന്ന് SC റെയിൽവേ റീസണിംഗ് സെഷൻ്റെ ഒരു സ്പീഡ് മോക്ക് സീരീസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ സ്പീഡ് മോക്ക് നമ്മൾ നേരത്തെയും നേരത്തെ നമ്മൾ പോയിട്ടുള്ള ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോയിട്ടുള്ളതാണ്. അതിൻ്റെ സ്പീഡ് മോക്കാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇത് എടുത്തിട്ട് പ്രീവിയസ് ഇയറിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്പീഡ് മോക്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് പോകുന്നുണ്ട്. സോ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യന് 30 സെക്കൻഡ് ടൈമാണ് നമ്മൾ നൽകുന്നത്. സോ 30 സെക്കൻഡ് ടൈമിനുള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. സോ ഈ ഒരു സ്പീഡ് മോക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ സീരീസിലൊരു ക്വസ്റ്റ്യൻ ആണ്. 4, 7, 13, 22, 49 ആൻഡ് 67 ആണ് കിടക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നോക്കി 4, 7, 13, 22, -49, 67 നോക്കുമ്പോൾ എന്താണ് അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ. സോ ഇതെന്തായാലും ഒരു ഡിഫറൻറ്റ് സീരീസ് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി. സോ നമുക്കൊന്ന് നോക്കാം. 4, 7, 13, 22 അങ്ങനെയാണ് പോയിരിക്കുന്നത്. 49, 67 അല്ലേ. സോ ഞാൻ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തത് 3, തമ്മിലുള്ള ഡിഫറൻസ് എടുത്തത് എത്രയാണ്? 6. ഇതാണെങ്കിലോ 9. സോ 369 എന്ന് പറഞ്ഞ് പോയേക്കുവാണ് അല്ലേ. സോ 369 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അടുത്ത എന്താണ്? +12. അപ്പോൾ എത്ര വരുന്നത്? 34 അല്ലേ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 34 ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ളൊരു സീരീസ് ആയിരുന്നു അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ്, if it was Friday on 8th March 1996, then what will be the day of the week on 7th April 2006 എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ 8 മാർച്ച് 1996 എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആയാൽ 7th April 2006 എന്ന് പറയുന്നത് ഏത് ഡേറ്റ് ആണെന്നാണ്. സോ ഒന്ന് ചെയ്ത് നോക്കുക. ഓഡ് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ കിട്ടിയോ? ഇനി നോക്കി 8 മാർച്ച് 1996 അല്ലേ. 8 മാർച്ച് 1996 എന്ന് പറയുന്നത് എന്താണ്? ഫ്രൈഡേ ആണ് അല്ലേ. ഫ്രൈഡേ ആണ്. ദെൻ എന്നാൽ എത്രയാണ്? 7th April എത്രയാണ്? 2006 എന്ന് പറയുന്നത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? 8 മാർച്ച് 1996 എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്. അപ്പം ഞാൻ നോക്കി 8 മാർച്ച് 2006 എന്ന് പറയുന്നത് ഈ 7 April 2006 എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 8 മാർച്ച് 2006 പ്ലസ് എന്താണ് ബാക്കിയുള്ള ഡേയ്സ്, റിമൈനിങ് ഡേയ്സ് 8, 7 ഏപ്രിൽ വരെയുള്ള ഡേയ്സ്. ഓക്കെ, അങ്ങനെ എടുക്കാമല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു? 8 മാർച്ച് 1996 മുതൽ 8 മാർച്ച് 2006 വരെ എത്ര വർഷമാണുള്ളത്? 10 വർഷമാണ് അല്ലേ. സോ നോക്കി തമ്മിലുള്ളത് 10 ഇയേഴ്സ് ആണ്. 10 വർഷമാണ്. ഓക്കെ, 10 വർഷമാണ്. ഈ 10 വർഷത്തെ എനിക്ക് ഈ 10 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ലീപ്പ് ഇയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 10/4 ചെയ്യുമ്പോൾ ഉള്ള കോഷ്യൻ്റ് 2 ആണ് അവിടുത്തെ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 8 നോർമൽ ഇയേഴ്സ് ആയിരിക്കും അല്ലേ. 2 ലീപ്പ് ഇയറും 8 നോർമൽ ഇയേഴ്സും. ഇനി ഈ 2 ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ലീപ്പ് ഇയറിൽ എന്ന് പറയുന്നത് 2 ഓഡ് ഡേയ്സും നോർമൽ ഇയറിൽ 1 ഓഡ് ഡേയുമാണ് ഉള്ളത്. സോ 2 ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? ഓഡ് ഡേ എന്ന് പറയുന്നത് ഇവിടെ 4ഉം ഇവിടെ 8ഉം. മൊത്തത്തിൽ എത്ര? 12
ലീപ്പ് ഇയേഴ്സ് അല്ലേ. 12 ഓഡ് ഡേയ്സ് ഉണ്ട്. ഈ 12 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 7നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 12 / 7 ചെയ്യുക. അപ്പോൾ എത്ര വരുന്നത്? 5 ആണ് എനിക്ക് എത്ര വരുന്നത്? റിമൈൻഡർ അല്ലേ. സോ 5 എണ്ണമാണ് വരുന്നത്. റിമൈൻഡർ ആയിട്ട് 5 ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുക? ഈ 5 ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യുക? 8 മാർച്ച് എന്ന് പറയുന്ന ഏത് ഡേ ആണ്? ഫ്രൈഡേ. ഫ്രൈഡേയുടെ കൂടെ എന്ത് ചെയ്യുക? ഈ 5 ആഡ് ചെയ്യുക. ഫ്രൈഡേയുടെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഫ്രൈഡേ പ്ലസ് 5 എത്ര വരുന്നേ? വെനസ്ഡേ. സോ നമുക്ക് എന്ത് കിട്ടി? 8 മാർച്ച് 2006 എന്ന് പറയുന്നത് വെനസ്ഡേ എന്ന് കിട്ടി. ഓക്കെ, 8 മാർച്ച് 2006 എന്ന് പറഞ്ഞാൽ വെനസ്ഡേ എന്ന് കിട്ടി. ഇനി നമുക്ക് വെനസ്ഡേ ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, 7th ഏപ്രിൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. 7th ഏപ്രിൽ 2006. സോ 8 മാർച്ച് 2006 മുതൽ 7th ഏപ്രിൽ 2006 വരെ എത്ര ഡേയ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എത്ര ഡേയ്സ് ഉണ്ട്? മൊത്തത്തിൽ 30 ഡേയ്സ് ഉണ്ട് അല്ലേ. 30 ഡേയ്സ് ആണുള്ളത് അല്ലേ. സോ 30 ഡേയ്സ് ഉണ്ട്. സോ 30 ഡേയ്സിന് എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് നോക്കുക. 30 / 7. അപ്പം റിമൈൻഡർ എത്രയാണ് വരുന്നത്? റിമൈൻഡർ 2 എന്ന് വരും അല്ലേ. റിമൈൻഡർ എത്ര വരും? 2 എന്ന് വരും. സോ കറക്റ്റ് ഇതെന്താണ്? വെനസ്ഡേയുടെ കൂടെ 2 ഇതും കൂടെ കൂട്ടണം അല്ലേ. പ്ലസ് 2 ഓഡ് ഡേ. നമുക്ക് എത്ര വരുന്നത്? ഫ്രൈഡേ. സോ കറക്റ്റ് ആൻസർ എത്ര ആണ്? നമ്മൾ വെനസ്ഡേയുടെ കൂടെ 2 ഓഡ് ഡേയ്സും കൂടെ ആഡ് ചെയ്തു. നമുക്ക് ഫ്രൈഡേ എന്ന് ആൻസർ. സോ കറക്റ്റ് ആൻസർ എത്ര ആണ്? ഫ്രൈഡേ. അപ്പം നമ്മൾ എങ്ങനെ ചെയ്ത് 8 മാർച്ച് 1996 മുതൽ 7 ഏപ്രിൽ 2006 വരെ ഉള്ള ഇത് എടുത്തു. 8 മാർച്ച് 1996 മുതൽ 8 മാർച്ച് 2006 വരെ 10 വർഷമുണ്ട്. ദെൻ 10 വർഷം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 30 ദിവസമാണ് 7 ഏപ്രിൽ 2006 വരെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 8 മാർച്ച് 1996 ഫ്രൈഡേ ആണെന്ന് കിട്ടിയപ്പോൾ 8 മാർച്ച് 2006 എന്ന് പറഞ്ഞാൽ വെനസ്ഡേ എന്ന് കിട്ടി. ലീപ്പ് ഇയറിൻ്റെ ഇത് വെച്ചിട്ട്, ദാറ്റ് ഈസ് ഓഡ് ഡേയ്സിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് വെനസ്ഡേ എന്ന് കിട്ടി. അതിൻ്റെ കൂടെ 30 ദിവസം ആകുമ്പോൾ 2 ഓഡ് ഡേയും കൂടെ വരും. സോ വെനസ്ഡേ പ്ലസ് 2 ദാറ്റ് ഈസ് ഫ്രൈഡേ ആണ്. സോ ഫ്രൈഡേ ആണ് എന്ത് വരുന്നത്? ഏതാ? 7th ഏപ്രിൽ 2006 എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഇറ്റ്സ് ഫ്രൈഡേ. നാലാമത്തെ ഓപ്ഷൻ ഫ്രൈഡേ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നിങ്ങൾക്ക് ബേസിക് അറിയത്തില്ലെങ്കിൽ നമ്മൾ കലണ്ടറിൻ്റെ ബേസിക് ടോപ്പിക്സ് പോയിട്ടുണ്ട് നേരത്തെ വീഡിയോസിൽ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഉള്ള സെഷനിലും അത് പോകുന്നതാണ്. സോ ആ സെഷൻസ് നേരത്തെയുള്ള കലണ്ടറിൻ്റെ ബേസിക്സ് ഒന്ന് എടുത്ത് നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ബേസിക്സ് ഒന്ന് സ്ട്രോങ് ആവുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് ഓൾട്ടർനേറ്റീവ് സീരീസ് കണ്ടുപിടിക്കാനാണ്. J-SX-WUT-NS- അങ്ങനെ പോയേക്കാണ്. ഈ ഒരു സീരീസിൻ്റെ കറക്റ്റ് ടോപ്പിക്ക് കണ്ടുപിടിക്കാനാണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു വലിയ സീരീസ് ആയിട്ട് ഇതാക്കാം. ഒന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണിത് 4 അല്ലെങ്കിൽ 3 വരുന്ന സീരീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനെ 4 വരുന്ന സീരീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണേ. സോ 4 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 4 എണ്ണം വരുന്ന സീരീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. 4 എണ്ണം കഴിയുമ്പോൾ ദാ ഈ എസും യുവും അല്ലേ, എസും യുവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒരു 2 ആഡ് ചെയ്തേക്കുന്നു. എക്സും ടിയും അല്ലേ, ഇത് 24ഉം ഇത് 20ഉം ആണ്. അപ്പോൾ -4 പോസിറ്റീവ് വാല്യൂസ് എടുക്കുവാണേ. പോസിറ്റീവ് വാല്യൂസ് എടുക്കുമ്പോൾ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അറിയത്തില്ല. സോ നെക്സ്റ്റ് ഇതിലോട്ട് പോയി നോക്കാം. ഇനി ഈ എന്നും ഇവിടെ ഉള്ളതും അറിയില്ല. അടുത്ത എസും ഇത് അല്ലേ, എസും ഓയും ഇത് 19ഉം ഇത് 15ഉം ആണ് എന്ന് വെച്ചാൽ -4. ഓക്കെ, ദെൻ ഈ പിയും എല്ലും എത്ര? പി 16, ഇത് വീണ്ടും -4. സോ നമുക്ക് കിട്ടി. രണ്ടാമത്തെ കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? -2 ചെയ്താൽ അല്ലേ, ഇവിടുന്ന് +2 ആയിരിക്കും ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് +2 എന്ന് വെച്ചാൽ എത്ര? 25 വരണമെങ്കിൽ +2. അപ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്?
സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്താ ഓരോന്ന് നോക്കി. സോ ഇവിടെ നിന്ന് നോക്കാം, ജെയിൽ നിന്ന് ഈ ഒരു ടേമിലേക്ക് എത്തണം അല്ലേ, ജെയിൽ നിന്ന് ഈ ഒരു ടേമിലോട്ട് എത്തണം, ഫസ്റ്റ് ടേമിലോട്ട് എത്തണം. ഓരോ ടേംസും നമുക്ക് കണ്ടുപിടിക്കാറുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് +2 ചെയ്തു. കാരണം ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാം അടുത്തടുത്തുള്ള ഇതാണ്. +2 ചെയ്തു, ജെ +2. അപ്പോൾ ഫസ്റ്റ് നമ്പർ +2 എത്രയാണ്? 10 ആണിത്. അപ്പോൾ 12 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? L വരും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നിന്ന് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു സെക്കൻഡ് നമ്പറിൽ നിന്ന് 4 മൈനസ് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് നമ്പറിൽ നിന്ന് 4 മൈനസ്, സെക്കൻഡ് നമ്പറിൽ നിന്ന് എന്ത് 4 മൈനസ് ചെയ്യുന്നതാണ് W അല്ലേ, 4 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? ഇറ്റ്സ് A ആണ് വരുന്നത്. എയും എല്ലും വരുന്ന ഓപ്ഷൻസ്, ബാക്കി രണ്ടെണ്ണം കട്ടായി പോയി, എയും എല്ലും വരുന്ന ഓപ്ഷൻസ്. സോ ഇനി എന്താ, നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. AL W അതൊക്കെ ഒരേപോലെ കിടക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മാത്രം നോക്കുക. ഇവിടെ എന്താണ് വരുന്നതെന്നാണ്, എന്താണ് ഈ ഒരു ഭാഗത്ത് എന്താ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സോ ആ ഒരു ഭാഗത്ത് എന്തായിരിക്കും വരുന്നത് നോക്കി, ഇവിടുന്ന് എത്ര കുറയ്ക്കണം? 4 കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഫസ്റ്റിൽ നിന്ന് 2 കുറയ്ക്കണം, സെക്കൻഡിൽ നിന്ന് 4 കുറയ്ക്കണം, തേർഡിൽ നിന്ന് വീണ്ടും 2 കൂട്ടണം, ദെൻ ഫോർത്തിൽ നിന്ന് എന്താണ് വീണ്ടും 4 കുറയ്ക്കണം. സോ അവിടെ നിന്ന് 4 കുറയ്ക്കുമ്പം എല്ലിൽ നിന്ന്, L എന്ന് പറയുന്നത് 12 ആണ്. 12 മൈനസ് 4 എത്ര വരുന്നത്? 8 വരുന്നത് എന്താണ്? H ആണ് അല്ലേ. സോ കറക്റ്റ് ആൻസർ ഇവിടെ എന്താ വരുന്നത്? H വരും. സോ ലാസ്റ്റ് ഓപ്ഷനിൽ H വരുന്നത് AL WPH. ഇത് സാധാ ഒരു സീരീസ് അല്ല, ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. സോ ഞാൻ ഒന്ന് പറയാം. ആദ്യമേ ഫസ്റ്റ് കൂടെ എന്ത് ചെയ്യണം? 2 കൂട്ടണം. ഓക്കെ, ഫസ്റ്റിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് അടുത്ത സീരീസിലെ ഫസ്റ്റ് എത്തുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 4 മൈനസ് ചെയ്യണം. അടുത്ത തേർഡിൻ്റെ കൂടെ വീണ്ടും ഒരു 2 ആഡ് ചെയ്യണം. ഫോർത്തിൻ്റെ കൂടെ വീണ്ടും ഒരു 4 മൈനസ് ചെയ്യണം. അതാണ് സെക്കൻഡ് സീരീസിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഈ ഒരു രീതിയിൽ വരുന്നത്. ഓക്കെ ആണോ? സോ ഇതാണിത്. ഫസ്റ്റിൻ്റെ കൂടെ ഒരു എന്താണ് 2 കൂട്ടുക, ആദ്യത്തേൻ്റെ കൂടെ എന്താ 2 കൂട്ടുക, രണ്ടാമത്തേൻ്റെ കൂടെ 4 കുറയ്ക്കുക, മൂന്നാമത്തേൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുക, നാലാമത്തേൻ്റെ കൂടെ വീണ്ടും എന്താണ് 4 കുറയ്ക്കുക. സോ കറക്റ്റ് ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ് എന്ത് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലോട്ട് പോകാം. സോ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് നോക്കി. ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെയും സീരീസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തെന്ന് പറയുന്നത് വെരാൻഡ റേസിൻ്റെ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ ഉണ്ടാവും, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ ഒരു 6 ലെവൽസിലൂടെയാണ് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സം ആപ്രോൺസ് ആർ ചോപ്സ്റ്റിക്, സം ചോപ്സ്റ്റിക് ആർ ഫ്രോക്സ് ആൻഡ് ഓൾ ഫ്രോക്സ് ആർ നൈഫ്സ് എന്ന് പറഞ്ഞേക്കാണ്. അതിൻ്റെ കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ നോക്കി, സം ആപ്രോൺസ് ആർ ചോപ്സ്റ്റിക് അല്ലേ. സം ആപ്രോൺസ് ആർ ചോപ്സ്റ്റിക്. വെൻ ഡയഗ്രം ഇങ്ങനെയാണ്. ഇനി എന്താണ്? സം ചോപ്സ്റ്റിക് ആർ ഫ്രോക്സ് അല്ലേ. സം ചോപ്സ്റ്റിക് ആർ ഫ്രോക്സ്. സോ ഈ ഒരു രീതിയിൽ സം ആപ്രോൺസ് ആർ ചോപ്സ്റ്റിക് ആൻഡ് സം ചോപ്സ്റ്റിക് ആർ ഫോക്സ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? സം ചോപ്സ്റ്റിക് ആർ ആപ്രോൺസ് അല്ലേ. കുറച്ച് ചോപ്സ്റ്റിക് ആപ്സ്ട്രോൺ. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് സൊല്യൂഷൻ ആണ്. നോ ഫോക്സ് ആർ നൈഫ്സ്. നോ ഫോക്സ് ആർ നൈഫ്. സോറി, ഒരെണ്ണം കൂടെ ഉണ്ട്. ഓൾ ഫ്രോക്സ് ആർ നൈഫ്സ് എന്നുണ്ട് അല്ലേ. ഓൾ ഫ്രോക്സ് ആർ നൈഫ്സ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്? നോ ഫ്രോക്സ് ആർ നൈഫ്സ്. ഒരു ഫ്രോക്കും നൈഫ്സ് അല്ല. അത് തെറ്റല്ലേ? ഇത് ഓൾ കണ്ടീഷൻ ആണ്, അത് തെറ്റാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ ഇതിൽ ഏതേ ഫോളോ ചെയ്യുന്നുള്ളൂ? ഒള്ളി കൺക്ലൂഷൻ എന്താണ്? 1 മാത്രമേ
ഫോളോ ചെയ്യുന്നുള്ളൂ. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ നമ്പർ. ഈ ഒരു നമ്പർ സീരീസിൽ വരുന്ന നെക്സ്റ്റ് നമ്പർ എന്നാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 111, 113, 118, 120, 125, 127 നമ്പർ സീരീസിൽ ഏറ്റവും എളുപ്പം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കി 111, 111, 113, 112 എന്ന രീതിയിൽ കിടക്കാണ്. അടുത്തടുത്ത് വരുന്നതാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ ഒരു ഡിഫറൻസ് എടുത്തു. ഓക്കെ അല്ലേ? ഇവിടെ എത്രയാണ്? +2, ഇവിടെയോ +5, വീണ്ടും ഒരു +2, +5, +2. അപ്പോൾ അടുത്ത എന്തായിരിക്കും? +5 ആയിരിക്കും, വിച്ച് ഈസ് 132. ദാറ്റ് ഈസ് 127 +5. കറക്റ്റ് ആൻസർ എത്രയാണ്? 132 എന്നാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? 132. സോ എന്താണ്? +2 +5 എന്ന് പറഞ്ഞ് പോകുന്ന സീരീസ് ആണിതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമാണ്. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കും. വലിയതായിട്ടൊരു എന്താണ് ഇതൊന്നുമില്ല. 6ൻ്റെ കോഡ് എന്താണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആഷിറിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ 526749 എന്നാണ്. ചേസ്റ്റിൻ്റെ കോഡാണെങ്കിൽ 42576 എന്നാണ്. എന്നാൽ 6 എന്ന് പറയുന്നത് ലെറ്റർ കോഡ് ചെയ്തേക്കുന്ന ഏതൊരു രീതിയിൽ നിന്നാണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? രണ്ടെണ്ണത്തിലും ബാക്കി എല്ലാം സെയിം ആണ് അല്ലേ? CHED ഇവിടെയും വരുന്നുണ്ട്. CHED ഇവിടെയും ഇവിടെയും വരുന്നുണ്ട്. അപ്പം എന്താണ്? രണ്ടാമത്തതിൽ ഇല്ലാത്തതും ആദ്യത്തിൽ ഉള്ളതുമായിട്ടുള്ള ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി അല്ലേ? അങ്ങനെയുള്ള ഡിജിറ്റ് ഏതാണുള്ളത്? നോക്കി, രണ്ടാമത്തേൽ ഇല്ലാത്തതും ആദ്യത്തിലുള്ളതും 9 അല്ലേ? സോ 9 ആയിരിക്കും എന്ത്? 6ൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ 6ൻ്റെ കോഡ് എന്തായിരിക്കും? 9 ആയിരിക്കും. കാരണം ആദ്യത്തേൽ 6 ഉണ്ട്, രണ്ടാമത്തേൽ 6 ഇല്ല. നമ്മൾ ജസ്റ്റ് പോസ്റ്റൽ വാല്യൂസോ ഒന്നുമല്ല, വെറും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എത്രയാണ്? 6ൻ്റെ ആൻസർ 9 ആണ്. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 30 ഈസ് റിലേറ്റഡ് ടു 41. അങ്ങനെ 56 എന്ന് പറയുന്നത് 67മായിട്ട്. എന്നാൽ Tയുടെ 12 റിലേറ്റ് ചെയ്തേക്കുന്നത് എന്തായിട്ടാണെന്നാണ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ആദ്യമേ എന്താണ്? 30 എന്ന് പറയുന്നത് 41മായിട്ടാണ് റിലേറ്റഡ്. 30 റിലേറ്റഡ് ടു 41. നോക്കി, 11 ആഡ് ചെയ്തേക്കാണല്ലേ? +11 ഇവിടെ. അടുത്തേം കൂടെ നോക്കാം. എന്താണ്? 56 എന്ന് പറയുന്നത് 67മായിട്ട് റിലേറ്റഡ് അല്ലേ? 56 67ആയിട്ട്. ഇവിടെ എന്താണ്? +11 അല്ലേ? സോ അടുത്തതും അതേപോലെ ആയിരിക്കും. +12 +11 എത്ര വരുന്നത്? 20. സോ 12 എന്ന് പറയുന്നത് എന്താണ്? 23മായിട്ടായിരിക്കും റിലേറ്റഡ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സോ ഈ ഒരു 7 ക്വസ്റ്റ്യനോടെ നമ്മൾ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു 7 ക്വസ്റ്റ്യനും നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് തന്നെയാണ്. ചിലത് എളുപ്പമായിരിക്കാം, ചിലപ്പോൾ പാടായിരിക്കാം. പക്ഷെ നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. 30 സെക്കൻഡിനുള്ളിൽ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നൊന്ന് അനലൈസ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് എന്നൊന്ന് അനലൈസ് ചെയ്തിരിക്കണം.
പഠിക്കണം. ഓക്കെ, സോ ദാറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനെ പറ്റത്തുള്ളൂ. സോ ഈ ഒരു 7 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ആണ്. നമുക്ക് ഇനി വരുന്ന CHSL, CGL അതേപോലെ തന്നെ റെയിൽവേ എക്സാംസിന് നമ്മളെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ ടൈമിൻ്റെ ഇതാണ്. നമുക്ക് എത്ര കണ്ടൻറ് അറിയാമെന്നല്ല, നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നതാണ് നമ്മളെ എപ്പോഴും നമ്മുടെ വിന്നിങ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അതിനിയും കൂടുതലായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, ടൈം നിങ്ങൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.